നീറ്റ് പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് 6 മന്ത്സിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, എന്താ ചെയ്യണ്ടേ, എങ്ങനെ ഇപ്പോൾ റിവൈസ് ചെയ്യണ്ടേ, ഇനിയുള്ള ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടേ എന്നുള്ള കാര്യങ്ങളിൽ. അപ്പോൾ നമ്മളിപ്പോൾ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. മെയ് കഴിഞ്ഞ് നേരെ നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവർ, അതല്ലാണ്ട് ഓഗസ്റ്റിലൊക്കെ ആയിട്ട് തുടങ്ങിയവർ, അങ്ങനെ പല പല രീതിയിലുള്ളവരുണ്ടാവും. എല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ്, അതായത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ അത് ഫോളോ ചെയ്യുക, അത് നല്ലപോലെ പഠിക്കുക, അത് സെറ്റാക്കുക. നേരെ മറിച്ച് ഇപ്പോൾ കുറേ പേരുണ്ട്, ഞാൻ ഇത്ര സമയം ഒരു 5 മണിക്കൂർ റിവൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നവർ. അതിപ്പോൾ ചെയ്യേണ്ട, കാരണം അത്രയും സമയം നമ്മൾ ഈ റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ചാപ്റ്റേഴ്സ് അവിടെ പെൻഡിങ് ആയിട്ട് വരും. നമുക്ക് ആ ചാപ്റ്റേഴ്സ് പിന്നെ എടുത്ത് നോക്കാനോ ഒന്നും ടൈം കിട്ടൂല. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ചാപ്റ്റർ ആണോ എടുക്കുന്നത് അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുക, നല്ലപോലെ NCERT വായിക്കുക, അതിൽ MCQs ചെയ്യുക. വെറുതെ വായിച്ച് നോട്ട് എഴുതി വെച്ചിട്ട് ചാപ്റ്റർ സെറ്റാക്കി എന്ന് പറയാണ്ട് എല്ലാം ചെയ്ത് സെറ്റാക്കി വെക്കാം. റിവിഷൻ ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഒരു 1 hour ഒക്കെ മാക്സിമം ഡെയിലി റിവിഷന് വേണ്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു 20 minutes കൊണ്ട് ബയോളജി NCERT ഒരു ചാപ്റ്റർ വായിക്കും, പിന്നെ ഒരു 20 minutes കൊണ്ട് ഫിസിക്സ് ഒരു ചാപ്റ്റർ നോക്കും, അതായത് ജസ്റ്റ് ഷോർട്ട് നോട്ട് നോക്കും, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും, അതുപോലെ 20 minutes കൊണ്ട് ഒരു കെമിസ്ട്രി നോക്കും. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ദിവസം ഓരോ ചാപ്റ്റർ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഫോളോ ചെയ്യാം. അല്ലാത്തവർ നിങ്ങളുടെ രീതിയിലൊരു പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു 1 hour മാത്രം, 1 hour 1.5 hour മാത്രം അതിന് വേണ്ടി മാറ്റി വെക്കുക. ബാക്കി സമയമൊക്കെ ഇപ്പോൾ എടുക്കുന്ന ചാപ്റ്റർ ഏതാണോ അതിന് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു 6 months മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഒരു 3 months അല്ലെങ്കിൽ 3.5 months കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ തീർക്കാന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്ലാസ് കണ്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക എന്നല്ല, നല്ലപോലെ ക്ലാസ് കണ്ട് നോട്ട് എഴുതി ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റാക്കുക ചെയ്യണ്ടേ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 2.5 months എങ്കിലും നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കണം. എന്നാലാണ് നമുക്ക് എല്ലാ ചാപ്റ്ററും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് നീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക, നല്ല നോട്ട്സ് ഉണ്ടാക്കുക, നല്ലപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റാക്കി വെക്കുക. ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്ത് ഒരുപാട് സമയം കളയാണ്ട് റിവൈസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, ജസ്റ്റ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറേ ഭാഗങ്ങൾ ഒന്നും കൂടെ ഓർമ്മ വരും, അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, ആ രീതിയിലാവും. അപ്പോൾ എല്ലാവരും എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിൽ ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ കുറേ പേര് പറയുന്ന ഒരു കൺസേൺ ആണ്, കുറേ സമയം ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കുന്നുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ്റെ നമ്പർ കൂടുന്നില്ല, ചെയ്യുന്ന എമൗണ്ട് കൂടുന്നില്ല എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, നമ്മൾ അതിനെ നോക്കും, ഇത് ചെയ്യാൻ കിട്ടുമല്ലോ, അങ്ങനെ നമ്മൾ അതിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. അതായത് ഓരോരുത്തർ 20 minutes ഒക്കെ ഓരോ ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് നല്ലതാണ്, നമ്മളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അത് കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ബെറ്റർ. പക്ഷേ ഇവിടെ നമുക്ക് അതിന് മാത്രം സമയമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 minutes നമ്മളായിട്ട് നോക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ സൊല്യൂഷൻ എടുക്കുക. അതിനൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട, സൊല്യൂഷൻ എടുക്കുക, നോക്കുക, അതിനനുസരിച്ച് എഴുതുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നമുക്കിപ്പോൾ വേണ്ടത് ഒരു ക്വസ്റ്റ്യൻ എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിലല്ല കാര്യം, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതിലെ കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് മെറ്റീരിയലാണോ ഫോളോ ചെയ്യുന്നത്, ഏതായാലും ശരി, ആ മെറ്റീരിയൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം അടുത്തതിലേക്ക് പോവുക. അതിലെല്ലാ ക്വസ്റ്റ്യൻസും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ നല്ല എനർജിയിൽ പഠിക്കാൻ തുടങ്ങി ഒന്ന് കോൺഫിഡൻസ് ഒന്ന് ഡിപ്പാവുന്ന സമയമാണിത്. കാരണം കുറേ പഠിച്ച സാധനങ്ങളൊന്നും ഓർമ്മയില്ല, ഇനിയും കുറേ പഠിക്കാണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഏറ്റവും എനർജിയിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി വെക്കുക, നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇതാണ് ക്രൂഷ്യൽ ടൈം. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നു അതാണ് നമ്മൾ റിവിഷനെ ഹെൽപ്പ് ചെയ്യുക. റിവിഷൻ ഈസി ആവണമെങ്കിൽ നമ്മൾ ഈ ടൈം നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാം.